2022 ഫുട്ബോൾ ലോകകപ്പ് വിജയത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ആരാധകരുള്ള രാജ്യങ്ങൾക്ക് നന്ദി പറയുന്നു. അതിൽ രാജ്യമല്ലാത്ത ഒരു സ്ഥലം ഇടം പിടിക്കുന്നു. അത് കേരളമായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമങ്ങളിൽ നീലയും വെള്ളയും കുപ്പായമിട്ട് തങ്ങൾക്കായി ആർപ്പ് വിളിച്ച ഒരു വലിയ ആരാധക കൂട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് സാധിക്കില്ലായിരുന്നു. നൈനാൻ വളപ്പിലും മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും മലബാറിലുമൊക്കെ അവർക്കായി ഉയർന്നു പൊങ്ങിയ ഫ്ലെക്സ് ബോർഡുകളും അവയിലെഴുതിയ വർണ്ണനകൾക്കതീതമായ വാക്കുകളെയും പരാമർശിക്കാതിരിക്കാൻ AFAക്ക് കഴിയില്ലായിരുന്നു. 80കളിൽ ഡിയാഗോ മറഡോണയ്ക്കായും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയ്ക്കായും ആർപ്പ് വിളിച്ചിരുന്ന ഒരു ജനതയ്ക്ക് അടങ്ങാത്ത ആവേശം സമ്മാനിച്ച ടീമിന്റെ പേരായിരുന്നു അർജന്റീന. ആ ടീം കേരളത്തിൽ പന്ത് തട്ടുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം പിറക്കുന്ന അതുല്യ പ്രതിഭ ലിയോണൽ ആന്ദ്രേസ് മെസ്സിയും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്താൻ പോകുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ സൗദിയോട് തോറ്റ അർജന്റീനയ്ക്കായി കണ്ണുനീർ പൊഴിച്ച് തിരിച്ചുവരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കുരുന്നുകളുടെ വീഡിയോ, പുള്ളാവൂർ പുഴയിലെ അടിയൊഴുക്കിനെ അതിജീവിച്ച് അവസാനം വരെ തലയുയർത്തി നിന്ന മെസ്സിയുടെ ഭീമൻ കട്ടൗട്ട് തുടങ്ങിയവയെല്ലാം അർജന്റീന മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കളി അവസാനിപ്പിക്കുന്നുവെന്ന് മിഷിഹ കട്ടായം പറയുന്നതിന് മുമ്പ് അയാൾക്ക് ഇവിടെ എത്തിയേ പറ്റൂ. 36-ാം വയസ്സിൽ ഫുട്ബോൾ പൂർത്തിയാക്കിയവനാണ് ലിയോ. അയാൾക്കായി എഴുതിവെക്കപ്പെട്ട വെളിപാട് പുസ്തകത്തിലെ ഒരധ്യായം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന താലോലിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ പന്ത് തട്ടണമെന്നതായിരിക്കണം. അവർക്കായി അവരുടെ നാട്ടിലെ പച്ചപ്പുല്ലിന് മീതെ കവിത രചിക്കണമെന്നായിരിക്കണം. കാരണം കേരളത്തിലെ ആരാധകരുടെ ഭാവനകളെ, പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ ഇത്രമേൽ ഉന്മാദത്തിലെത്തിച്ച മറ്റൊരു പന്താട്ടക്കാരനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. 2025 നവംബർ 10-നും 18-നും ഇടയിൽ അർജന്റീന കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കും. ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള ഓസ്ട്രേലിയ അടക്കമുള്ള ടീമുകൾ എതിരാളികളാവാൻ സന്നദ്ധത അറിയിച്ചതായിട്ടാണ് കായിക മന്ത്രി വ്യക്തമാക്കുന്നത്. എതിരാളിയും മൈതാനവും ഏതായാലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ദൈവപുത്രനെയും കാത്തിരിക്കുകയാണ് ആരാധകർ. അയാളുടെ വരവിനായി മാമലനാടും അലതല്ലുകയാണ്.